ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കറിയും റൈസുമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വേണമെന്നില്ല, സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ മിക്സ് നമ്മൾ പൊടികളെല്ലാം പുരട്ടി വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിനിടയിൽ നമ്മുടെ കറിക്ക് വേണ്ട സാധനങ്ങൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വയ്ക്കാം. അതിനായി ഞാനിവിടെ കാണുന്ന പുതിനയില, മല്ലിയില, സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മല്ലിയില, പുതിനയില, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതുകൂടാതെ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ് എന്നിവയും എടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുക്കുന്നതിന് മുമ്പായി ആ എണ്ണയിൽ തന്നെ നമുക്ക് റൈസിന് വേണ്ട സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അതുകൂടി അതിന് മുമ്പായി എടുത്തു വയ്ക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും കിസ്മസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായി വറുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണേ. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കൂടി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വറുത്തെടുക്കുമ്പോൾ തീ വല്ലാതെ കൂട്ടിയിടരുത്, സാവധാനം വറുത്തെടുത്താൽ മതി. ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഈ എണ്ണയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിക്ക് വേണ്ട സവാള ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴറ്റി കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ പാകമാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ പാകമാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ട 3 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എന്നിവ എടുത്തു വയ്ക്കാം. ഇനി ഈ പൊടികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായി ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഇനി ഞാനൊരു 3 ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അതൊന്ന് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതാ ബിരിയാണിക്കുള്ള നല്ല സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി. നമുക്കത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഈ കാണുന്ന ഗ്ലാസ്സിൽ 4 ഗ്ലാസ് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീരകശാല ആയാലും കുഴപ്പമില്ല, ഇതുപോലെ തന്നെ എടുക്കണം. വേവിക്കുന്നതിന് വെള്ളം എടുക്കുമ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ തന്നെ എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം വറ്റിച്ചാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം എടുത്ത ക്യാപ്സിക്കത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കാം. 1 ക്യാരറ്റ്, കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും നമുക്ക് ചതച്ചെടുക്കാം. 1 ചെറുനാരങ്ങയുടെ നീര്, മല്ലിയില, പുതിനയില, ഏലക്ക, തക്കോലം, കറുകപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു, സാജീരകം, ബേ ലീഫ് എന്നിവയും എടുത്തിട്ടുണ്ട്. റൈസ് നമുക്ക് കഴുകി വെള്ളം പോകാനായിട്ട് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി പോട്ട് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ റൈസ് ഉണ്ടാക്കുന്നതും വെളിച്ചെണ്ണയിൽ തന്നെയാണ്. കറിക്കും അത് തന്നെയാണ് ഉപയോഗിച്ചത്. എടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി അതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുകപ്പട്ടയും ഏലക്കായും ഗ്രാമ്പു, കുരുമുളകും, സാജീരകവും, ബേ ലീഫും കൂടി അതുപോലെ തക്കോലം കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും കൂടിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് എടുത്തു വെച്ച നാരങ്ങ നീര്, അതുപോലെ നമ്മുടെ റൈസിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. കുറച്ചൊന്ന് മുന്തി നിൽക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും തീ കുറച്ചിട്ട് ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. ഈ ഒരു ഭാഗമാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. ഇതാ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
ഞാൻ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കളറോ അതുപോലെ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ബിരിയാണിയിൽ ഒരുപാട് നെയ്യോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതൊന്നും ഉണ്ടാകത്തില്ല അതിനകത്ത്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻസ് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.